നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, തിരുമേനി ജ്യോതിഷം പഠിപ്പിക്കുന്നില്ലേ, എന്നത്തേക്കൊക്കെ തുടങ്ങുമെന്ന്. ഒരുപാട് തിരക്കാണ്. ഇതിനു മുമ്പ് ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അത് ജ്യോതിഷത്തെ പറ്റിയൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ് ജ്യോതിഷ പഠിക്കാനായിട്ട് വന്നിരുന്നത്. പൂജാ മേഖലയിലുള്ള ആളുകളും ഈ ജ്യോതിഷ രംഗത്ത് തന്നെയൊക്കെയുള്ള ആളുകൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ, നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ബാല്യപാഠം മുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇത് പഠിക്കാനായിട്ട് വന്നാലും ഞാൻ ആദ്യം മുതൽ ആഴ്ച, നാള്, പക്കം, കരണം, നിത്യയോഗം, എൻ്റെ ഹരിശ്രീ മുതൽ എഴുതിപ്പിച്ച് തുടങ്ങാമെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ മനസ്സിലാക്കണം, ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് കഴിവതും നമ്മുടെ വീഡിയോസുകൾ കാണാനും അത് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാലായിട്ട് കണ്ടൻ്റായിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ വലിയ റിസൾട്ട്, എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ആയിരിക്കും. നിങ്ങൾ അതിനകത്തൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇത്രയും ലളിതമായിരുന്നു അസ്ട്രോളജി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, വളരെ ലളിതമായ രീതിയിൽ. അപ്പം ഞാനൊക്കെ അസ്ട്രോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് തല പുകയുമായിരുന്നു. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമായ രീതിയിൽ ഒരുപാട് അസ്ട്രോളജിയിലും പൂജാ മന്ത്രതന്ത്രങ്ങളിൽ വളരെയേറെ പഴക്കവും പാരമ്പര്യമുള്ള ഒരു വംശമാണ് നമ്മുടെ വംശം. രാജകർമ്മ കാര്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ തന്നെ രാജകൊട്ടാരങ്ങളിൽ രാജാക്കന്മാർക്ക് ജ്യോതിഷപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തിരുന്ന പൂർവികരാണ് നമ്മുടെ പാരമ്പര്യം. അപ്പം അതുകൊണ്ട് തന്നെയും പഴയ ഓലകൾ, താളിയോല ഗ്രന്ഥങ്ങൾ, രഹസ്യമായ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ വംശത്തിൽ ഉണ്ട്. അപ്പം ഇന്ന് പുറത്ത് പുസ്തകങ്ങളിലും അല്ലെങ്കിൽ മറ്റാൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാത്രമല്ല അസ്ട്രോളജി. പുറത്ത് പോകാത്ത ഒരുപാട് കാര്യങ്ങൾ, രഹസ്യമായ കാര്യങ്ങളുണ്ട്. അവിടെയാണ് കണ്ടൻറ്റ്, മർമ്മം. ഇപ്പം എത്രയോ ആൾക്കാർ നമ്മുടെയൊക്കെ അസ്ട്രോളജി നോക്കുന്നുണ്ട്. ഇപ്പം നോക്കുന്ന ആൾക്കാർ 99.9% വരെ അവരുടെ ലൈഫിൽ കറക്റ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മിടുക്കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. ഇത് രചിച്ചു വെച്ച, സൃഷ്ടിച്ച ആ ഋഷീശ്വരന്മാർ ഇതെഴുതി വച്ചിട്ടുണ്ട്, ഓലയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന ആത്മാവ് പിറക്കുമെന്നും അവർക്ക് ഇന്ന പോലെയുള്ള അനുഭവങ്ങളായിരിക്കും സംഭവിക്കുക എന്നും ഇവിടെ മെൻഷൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നു, അത് അവരുടെ ലൈഫിൽ കറക്റ്റായിട്ട് വരുന്നു. ഇത് നമ്മുടെ കഴിവോ ബുദ്ധിയോ ശക്തിയോ കൊണ്ടല്ല. നമ്മൾ അസ്ട്രോളജി പഠിച്ചു, നമുക്ക് കർമ്മയുള്ളത് കൊണ്ട് തമ്പുരാൻ നമ്മളിലേക്ക് തരുന്നു. പാരമ്പര്യമായ രീതിയിൽ നമ്മുടെ പൂർവികരും നമ്മുടെ ഗുരുക്കന്മാരും നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ, കുറച്ചറിവുകൾ, അത് സത്യസന്ധമായ രീതിയിൽ ഈശ്വര വിശ്വാസത്തോടുകൂടിയും ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു. അത് സത്യമായി വരുന്നു. ശാസ്ത്രം ഒരിക്കലും തെറ്റല്ല. ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന എനിക്ക് തെറ്റുപറ്റാം, ജ്യോതിഷികൾക്ക് തെറ്റുപറ്റാം, പക്ഷെ ശാസ്ത്രത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, തിരുമേനി ഒരുപാട് ജ്യോതിഷികളുണ്ടല്ലോ. ഒരുപാട് ജ്യോതിഷികളുണ്ട്, അവർക്കതിൻ്റെ കർമ്മയുള്ളത് കൊണ്ടാണ് അതങ്ങനെ വരിക. എന്നെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ്, നിങ്ങളെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ്. നമ്മളെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ കർമ്മ എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. നല്ല കണ്ടൻറ്റും ഉണ്ടാവും,
അത്യാവശ്യമുള്ള കണ്ടൻറ്റുള്ളവരുണ്ടാവും, ഒന്നുമില്ലാത്തവരുണ്ടാവും, കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. എന്നെക്കാട്ടിലും ഒരുപാട് അറിവുള്ള ആളുകളുണ്ടാവും. ഇതെല്ലാം ഇവിടെ ആവശ്യമാണ്. വൈറസ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഈശ്വരന് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? ചില കാര്യങ്ങളെ സൃഷ്ടിച്ച് ചില കാര്യങ്ങളെ സൃഷ്ടിക്കണ്ടായിരുന്നു. ആൾക്കാർക്ക് ദോഷമുള്ള കാര്യങ്ങൾ എന്തിനാ ഇവിടെ സൃഷ്ടിച്ച് എടുത്താൽ കളഞ്ഞാൽ പോരായിരുന്നോ? അപ്പം ഇവിടെ എല്ലാത്തിനും ഓരോന്നിനും ഓരോ ദൗത്യമുണ്ട്. എൻ്റെ ദൗത്യം, നിങ്ങൾക്ക് വേറൊരു ദൗത്യമുണ്ട്. ഇന്നിതൊക്കെ കേൾക്കുന്ന ആൾക്കാർ അടുത്ത ജന്മത്തിൽ നിങ്ങളും ഇത് കേട്ട് നിങ്ങളുടെ ആത്മാവ് ഇതൊക്കെ സ്വീകരിക്കുന്നു. അടുത്ത ജന്മത്തിൽ ഇതിൻ്റെയൊക്കെ പ്രയോജനം നിങ്ങൾക്കുണ്ടാവും. ഒരുപക്ഷെ ഈ ശാസ്ത്രം അടുത്ത ജന്മത്തിൽ പോലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ജന്മത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ അറിവുകളും നമ്മുടെ ആത്മാവിൽ സ്റ്റോറിംഗ് ആണ്. പുണ്യവും പാപവും, നല്ലതും തിന്മയും മാത്രമേ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിവിടെ ത്യജിക്കും. അതാണ് DNA-യിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ സത്ത് നമ്മുടെ DNA-യിലുണ്ട്. നമ്മൾ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ആൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയുടെ കർമ്മയും നമ്മുടെ DNA-യിലുണ്ട്. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ കണ്ടൻറ്റും സത്തും നമ്മുടെ DNA-യിലുണ്ട്. അപ്പം നല്ലതുമുണ്ട്, ചീത്തതുമുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ വളരെ സൗമ്യനാണ്, ഒരാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, തൊടുന്നിടത്തും പിടിക്കുന്നിടത്തും എല്ലാം വഴക്കുണ്ടാക്കുന്ന ഒരാൾ. പുറത്ത് കുറച്ച് ഗുണ്ടായുസമൊക്കെ കാണിച്ച് നടക്കുന്ന ആൾ. അപ്പോൾ സാമാന്യനെ എന്താണ്, അയാൾ ഇച്ചിരി കുഴപ്പക്കാരനാണ് എന്ന് പൊതുവെ ചിന്തിക്കും, ഗുണ്ടായുസം കാണിക്കുന്ന ആൾ. അപ്പോൾ ഒരു വീട്ടിൽ സൗമ്യനായിരിക്കുന്ന ഒരു വ്യക്തി, ആ സൗമ്യനായിരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് പാട്ടും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പാവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നല്ല കാര്യങ്ങൾ പറയുന്നു, മറ്റേയാൾ അല്പം ഗുണ്ടായുസം കാണിക്കുന്നു. അപ്പോൾ സാമാന്യൻ എന്താണ്, ആ ഗുണ്ടായുസം കാണിക്കുന്ന ആൾ പൊതുവെ മോശമായിട്ട് ചിന്തിക്കുന്നു, മറ്റേയാൾ നല്ലതായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഒരു പെൺകുട്ടി വേറൊരാൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ പെൺകുട്ടി നേരെ ഓടി രക്ഷ തേടിയിട്ട് ഈ നല്ലവനായിരിക്കുന്ന ഈ വ്യക്തിയുടെ അടുക്കലാണ് വരുന്നുണ്ടെങ്കിൽ, മറ്റേ ആൾ വേണമെങ്കിൽ ഇവനെ ഇടിച്ചിട്ടിട്ട് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകും. എന്നാൽ ആ പെണ്ണ് നേരെ വരുന്നത് ഈ അത്യാവശ്യം ഗുണ്ടായുസമൊക്കെ കാണിക്കുന്ന അടുക്കലാണ് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മറ്റൊരടിക്ക് വന്ന് അവനെ ചെവിടടിച്ച് പൊട്ടിച്ചിട്ട് അവൻ പറഞ്ഞു വിടും. മനസ്സിലായോ? അപ്പം ഓരോത്തിനും ഓരോരോ ദൗത്യമുണ്ട്. ഗുണ്ടായുസം കാണിക്കുന്നവനും അവനൊരു കർമ്മയുണ്ട്, ഗാന്ധിജിയായി നടക്കുന്നവനും കർമ്മമുണ്ട്, നിങ്ങൾക്കും കർമ്മമുണ്ട്, അനൂപ് അഗ്നിശർമ്മൻ എന്ന എനിക്കും കർമ്മമുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെയും ഓരോരുത്തരും ഇങ്ങോട്ട് പിറക്കുന്നത്. മുജ്ജന്മത്തിൽ ഞാൻ ആരായിരുന്നു, എന്തടിസ്ഥാനത്തിലാണ് ഞാനിതിവിടെ പറയുന്നത്, എന്തുകൊണ്ടാണ് പാസ്റ്റ് ലൈഫ് കർമ്മ എന്നിലേക്ക് പ്രപഞ്ചം തന്നത്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു പാരമ്പര്യമായ രീതിയിൽ വംശത്തിൽ പിറന്നത്. 3ാം ക്ലാസ് മുതൽ അസ്ട്രോളജി ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞാൻ ചെറുപ്പകാലം ഓർമ്മ കറക്റ്റായ രീതിയിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും അസ്ട്രോളജിയുടെ കാര്യം, മന്ത്രങ്ങളുടെ കാര്യം, ഇതൊക്കെ എൻ്റെ ചെവിക്കകത്ത് കേൾക്കാനായിട്ട് തുടങ്ങിയത്?
അപ്പോൾ അങ്ങനെ ഒരു സോളായിട്ടായിരിക്കണമല്ലോ ചെറുപ്പകാലം മുതലേ ഞാനിത് കേൾക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് അസ്ട്രോളജി നോക്കുന്ന എത്രയോ ആൾക്കാർക്കറിയാം, ഞാൻ കാട് കയറി ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കറക്റ്റ് കണ്ടൻറ്റ് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ അന്വേഷണത്തിലൂടെ രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പാരമ്പര്യമായ രീതിയിൽ പൂർവ്വ ഋഷീശ്വരന്മാരോട് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഗുരുക്കന്മാർ ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ, എൻ്റെ പിതാവ് ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ, എൻ്റെ അമ്മാവൻ ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ, എൻ്റെ വല്യച്ഛൻ ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ, എൻ്റെ ഗുരുവായ നല്ലച്ഛൻ ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ, വേറെയും ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതാണ്. കാന്താരിമുളകാണെങ്കിലും കണ്ടൻറ്റ് അതിനായിരിക്കും കൂടുതൽ സംഭവങ്ങളെ ഒന്നും വലിച്ചു വാരി പറയേണ്ട കാര്യങ്ങളില്ല. പറയുന്ന കാര്യങ്ങൾ ഡെപ്തുള്ളതായിരിക്കണം, തൊട്ട അന്നേരം സ്പാർക്കാണ്. അപ്പം അങ്ങനെ രഹസ്യമായ കാര്യങ്ങളുണ്ട്. അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. കടലാണ്, അതുപോലെ തന്നെ എളിമയുമാണ്. സുന്ദരമായിട്ട് ജ്യോതിഷം പഠിക്കാൻ പറ്റും. ജ്യോതിഷത്തിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇന്ന് ഇതിനെ കച്ചവടവൽക്കരിച്ച് ഇത് വലിയൊരു ബിസിനസ്സാക്കിക്കൊണ്ട് കാശുണ്ടാക്കണമെന്നുള്ള നിലയിലൂടെ തന്നെ ഒരു വമ്പൻ റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആത്മീയ കർമ്മകാര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതിലെ മുതലെടുക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി നമുക്കറിയാം. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കൃഷ്ണനും ഉണ്ടാവും, കൃഷ്ണനെ പോലെ തന്നെ പൗണ്ഡ്രകന്മാരും ഉണ്ടാവും. കൃഷ്ണൻ്റെ വേഷങ്ങളൊക്കെ ധരിച്ച് പൗണ്ഡ്രകന്മാരായിരിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. ഒരു സമയത്ത് അതിൻ്റേതായ ദോഷാനുഭവങ്ങൾ അവർക്കുണ്ടാവും. അതുപോലെ തന്നെ പൂജാ മേഖലകളിൽ ഒരുപാട് കള്ളത്തരം കാണിക്കുന്നവരുണ്ട്. എൻ്റെ ഇടയ്ക്ക് നോക്കാൻ വന്നിട്ടുള്ള എത്രയോ സ്ത്രീകൾക്ക് അവരുടേതായ ദോഷാനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല. ബാധ ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്ത്രീകളോട് അവരെ പേടിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമൊക്കെ ഈ രംഗത്തുണ്ട്. ഇതൊക്കെ ആൾക്കാരെ പറ്റി നമുക്കറിയാം. സമൂഹത്തിലൊക്കെ ഉള്ള പലർക്കും അറിയാവുന്ന പബ്ലിസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരെ പറ്റി നമുക്കറിയാം. പക്ഷെ അതൊന്നും പറഞ്ഞത് മോശമാക്കേണ്ട കാര്യങ്ങൾ ഇല്ല. എല്ലാം ഓരോരുത്തരും കർമ്മമുണ്ട്. എല്ലാം അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കണം. അവനിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവനവന് വേറൊരു കർമ്മ അവൻ അനുഭവിക്കാനായിട്ട് വിധി വരുള്ളൂ. ആ ആത്മാവിന് അങ്ങനെ ഒരു ദൗത്യം ഉണ്ടാവും. ഒക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം അസ്ട്രോളജി പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കഴിവതും നമ്മുടെ വീഡിയോസുകൾ കാണാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പം ഞാൻ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടക്കം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നത് സമയം കുറവുണ്ട്. സമയത്തിനനുസരിച്ച് നമ്മൾ പറ്റുന്ന പോലെയുള്ള ആദ്യം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ബേസിക് വശം മുതൽ ആഴ്ച, നാൾ, പക്കം, കരണം, നിത്യയോഗം, ഉച്ചം, നീചം, ദിഗ്ബലം, സ്ഥാനബലങ്ങൾ, കൂറുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടുന്നത് പോലെ നമ്മൾ വീഡിയോ ഇടും. അതൊക്കെ നിങ്ങൾ കണ്ട് അത്യാവശ്യം വീണ്ടും വീണ്ടും കണ്ടത് എഴുതിയൊക്കെ വെക്കണം. അങ്ങനെ എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു മനസ്സിലാവും. അങ്ങനെ മനസ്സിലായതിന് ശേഷം നമുക്ക് വൈകാട്ട് തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ടാവും. അപ്പോൾ ആ സ്റ്റാർട്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചാവും, പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. കണ്ടൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കൂടുതൽ കിടന്ന് മറിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ അന്വേഷണത്തിലൂടെയും നമ്മുടെ പാരമ്പര്യമായ രീതി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രഹസ്യ മെത്തേഡ് അല്ല. ഇത്
ഒരു 6 മാസത്തെ കോഴ്സ് മറ്റുള്ള ആൾക്കാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. കാരണം അവർക്ക് ഈ ഗ്രന്ഥങ്ങളിലുള്ള അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പുറമേ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. അതല്ല അസ്ട്രോളജി. രഹസ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ അസ്ട്രോളജി നിങ്ങൾക്ക് പഠിക്കാൻ കർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇത് പഠിച്ചാൽ നിങ്ങൾ നമ്പർ 1 അസ്ട്രോളജർമാരായിത്തീരും. അതിനൊത്തൊരു മാറ്റമില്ല. അപ്പോൾ കഴിവ് നമ്മുടെ വീഡിയോസുകൾ കാണാനായിട്ട് ശ്രമിക്കുക. സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടും. മറ്റ് ആൾക്കാരൊന്നും പറയാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ എനിക്കിവിടെ രഹസ്യമായിട്ട് വെക്കാം. എന്നെ നോക്കാൻ വരുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാം. പക്ഷേ അതല്ല നമ്മുടെ ദൗത്യം. ഈ കുറച്ച് കാലം കൂടെയൊക്കെ ഇവിടെ ജീവിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വന്നതിന് എനിക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് തന്നെ പോകാനുള്ളത്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അതൊരു പുണ്യമാണ്. ഇപ്പം കൂടുതലോ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ കാണുക. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അസൗകര്യമില്ലെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.